അപ്പൊ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ പലപ്പോഴും നമുക്ക് ഈ പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ അമ്പലങ്ങളിൽ പോകുമ്പോഴും പള്ളികളിൽ പോകുമ്പോഴും ഈ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഈ ബീച്ച് പോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴൊക്കെ തന്നെ നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി എന്ന സംഗതി ഉണ്ടല്ലോ. കാരണം പോസിറ്റീവ് ഉണ്ടെങ്കിൽ അപ്പുറത്തൊരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒക്കെ ലൈഫിൽ ഇതുപോലത്തെ നെഗറ്റീവ് എനർജി ഉള്ള പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ് അത് നിനക്കറിയായിരിക്കും, കാരണം നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. അപ്പോൾ കുറെ മുമ്പാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഇടയ്ക്ക് ഹാങ് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ അവിടെ ഇങ്ങനെ കൂടും, ഓരോന്നൊക്കെ സംസാരിച്ച് രാത്രി പുലർച്ചെ വരെ ഇങ്ങനെ ഇരിക്കും, ഇതിലൊക്കെ കഴിക്കും, അങ്ങനെ ഹാങ് ഔട്ട് ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ രാത്രി ഞാനും ഇവരും കൂടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഒന്ന് പുറത്തിറങ്ങി. അപ്പോൾ സമയം ഏതാണ്ട് ഒരു 1 മണി 1:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ മെയിൻ റോഡ് പിടിക്കാണ്ട് ഉൾവഴിയാണ് ഞങ്ങൾ പോയത്. കറങ്ങാമെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞങ്ങൾ ആ ഒരു വഴി എടുത്തത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഉള്ളിലോട്ട് പോയപ്പോൾ ഒരു വഴി എത്തിയപ്പോൾ വണ്ടി നിന്നു. അപ്പോൾ ആ ഭാഗത്താണെങ്കിൽ ഒരു ലൈറ്റും ഇല്ല, സമയം 1:30 ആ ഒരു സമയമാണ്. പേരിന് പോലും ഒരു വെളിച്ചില്ല. ഈ നിലാവിന്റെ വെളിച്ചം മാത്രമേ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുള്ളൂ. വണ്ടിയാണെങ്കിൽ നിൽക്കുകയും ചെയ്തു. ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. പെട്ടെന്ന് ഞങ്ങൾ ഒരു ശബ്ദം, ഒരു പെൺകുട്ടിയുടെ കരച്ചില് ഇങ്ങനെ കേട്ടു. വളരെ ദൂരം നിന്നാണ് ഇങ്ങനെ കേൾക്കുന്നത്. പതിയെ പതിയെ അത് അടുത്തേക്ക് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഞങ്ങൾക്ക് പേടി തോന്നി. പക്ഷെ ഞങ്ങൾക്കത് അങ്ങനെ അത് കരച്ചിലാണോ എന്ന് പോലും ഞങ്ങൾക്കിപ്പോ അത് അല്ലേ നമുക്കിപ്പോ അത് പറയാൻ പറ്റുന്നില്ല. കാരണം തോന്നിയതായിരിക്കാം, ഒരു ശബ്ദം എന്തായാലും കരച്ചിൽ പോലെയാണ് അത് നമുക്ക് ഫീൽ ചെയ്തത്. അതെ, ആ ശബ്ദം ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ അടുത്തെത്തിയതും ആ സമയത്ത് തന്നെ വണ്ടി സ്റ്റാർട്ട് ആവുകയും ചെയ്തു. ഞങ്ങളപ്പം തന്നെ അവിടുന്ന് വേഗം പോവുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഈ ഇൻസിഡന്റ് ഞങ്ങളുടെ ഫ്രണ്ടിനോട് പറഞ്ഞു. അപ്പോഴാണ് അവൻ ആ കാര്യം പറയുന്നത്. ആ ഭാഗത്ത്, അതായത് ഞങ്ങളെ വണ്ടി നിന്ന് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായില്ലേ, ആ ഭാഗത്ത് ഒരു പെൺകുട്ടി കുറച്ച് നാൾ മുമ്പ് സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തോന്നിയതാണോ അത് ശരിക്കും അങ്ങനെ ഉണ്ടായിരുന്നതാണോ എന്നൊന്നും അറിയില്ല. അതെ, ഇപ്പോഴും അതൊരു ഭയങ്കര ദുരൂഹമായിട്ട് നിൽക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് അല്ലെ? ഇപ്പൊ നീ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് പറഞ്ഞു, അതുപോലെ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്. ഇപ്പൊ ഒരു 10 വർഷം മുമ്പ് നടന്നൊരു ഇൻസിഡന്റ് ആണ്. ഇപ്പം അന്നത്തെ ഒരു ക്രേസ് പോലെയാണ് ചിലർക്ക് യോജോൾ ട്രൈ ചെയ്യാൻ തോന്നുന്നത്. അപ്പൊ അത് നമുക്ക് ചില ട്രൈ ഔട്ട് ചെയ്ത് അപ്പൊ ചിലർക്ക് എന്ന് വെച്ചാൽ തലവേദന മുതൽ അങ്ങനെ ഒരു മെന്റൽ സ്റ്റേറ്റ് തന്നെ ഹാമ്പർ ആവുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടാകും. ചിലരത് ജസ്റ്റ് ഒരു തമാശ ആ ഒരു ഇതേ ഉള്ളൂ, ഒരു ടൈം പാസ് എന്ന രീതിയിൽ ചിലർ പറഞ്ഞ് തെളിയിച്ചതായിട്ടുണ്ട്. അപ്പം ഞാനിത് പറയാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു ഇൻസിഡന്റ്. ഇപ്പൊ ഈ ആളും കുറച്ച് ഫ്രണ്ട്സ് കൂടെ ഒരു റൂം ഇങ്ങനെ കൂടുകയും ഇതുപോലെ ഒരു രാത്രി ഓൾമോസ്റ്റ് ഒരു 9:30 to 10 ആ സമയമാകുമ്പോൾ ഇതുപോലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് അവര് ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ കോയിലൊക്കെ വെച്ച് മറ്റേ ഗുഡ് സ്പിരിറ്റിനെ വിളിക്കുക, ആ ഒരു പരിപാടി. അപ്പൊ അങ്ങനെ അത് ചെയ്യുകയും ലൈക്ക് ഇനീഷ്യലി ലൈക്ക് എവറിത്തിങ് വാസ് ഗോയിങ് ഫൈൻ. പക്ഷെ പിന്നീട് ഒരു എന്നൊരു ഇത് കേൾക്കുകയും സൗണ്ട് കേൾക്കുകയും ലൈക്ക് ആള് പിന്നെ പറഞ്ഞ കറണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ വരെ വന്നു. അപ്പൊ പിന്നെ ലൈക്ക് അവരെല്ലാവരും പേടിച്ചിട്ട് പിന്നെ അതെല്ലാം വലിച്ചെറിഞ്ഞ് ലൈക്ക് ഓക്കെ എന്ന് വെച്ചാൽ കുറച്ചേരം ഇത് പോകുന്നുണ്ട്. പിന്നെ എന്തോ ലൈക്ക് ഇപ്പം ഇവരെങ്ങാണ്ട് ഉറങ്ങാൻ കിടന്നെടുത്ത് എന്തോ ഫോളോ ചെയ്യുന്ന പോലത്തെ ഒരു ഇത്, ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ കാണില്ല, ആ ഒരു ഇത് ആ ഒരു ദിവസം മൊത്തം പിന്നെ അവർക്ക് ആ ഒരു ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവുക, അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ പോയി. പിന്നെ അവർ പിന്നെ ഇതിനെപ്പറ്റി തിരക്കി ലൈക്ക് നെക്സ്റ്റ് തിരക്കിയപ്പം ലൈക്ക് അവിടെ ഒരു ദുർമരണം നടന്നൊരു ഏരിയ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ അത് ലൈക്ക് അവർക്ക് ഒരാഴ്ചത്തോളം ഒരു ഹെഡ് ഏക്ക് വരികയും അങ്ങനത്തെ ഇതൊക്കെ ഫേസ് ചെയ്തു. സോ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പോ ഇതുപോലെ തന്നെ ഇപ്പം നമുക്ക് എത്രത്തോളം ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുമോ, എത്രത്തോളം ഒരു ഡിവൈൻ പവർ ഉണ്ടോ, അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്, അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്. ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് ലോകത്ത്. ബട്ട് ഇതിപ്പോ പല ഇത് ആവാം. നമുക്കിതിപ്പം ഒരു പ്രേതത്തിന്റെ ഇത് വെച്ച് പറയാം, നമുക്ക് ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് ചിലപ്പോൾ ഹാലൂസിനേഷൻ ആയിട്ട് നമുക്ക് തള്ളിക്കളയുകയും ചെയ്യാം. ലൈക്ക് ഓക്കെ ഓരോരുത്തരുടെ ഒരു
ഇഷ്ടമാണ്. എൻ്റെ ഒരു അനുഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10-15 വയസ്സുള്ള സമയത്ത് ഒരു കാറ്ററിംഗ് വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വരാണ്. അപ്പോൾ കാറ്ററിംഗുകാരുടെ വണ്ടിയിൽ ഞാൻ ഒരു ജംഗ്ഷൻ വരെ എത്തി. അപ്പോൾ അവിടെ നിന്ന് ഒരു 1/4 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക്. അപ്പോൾ അവരാക്കി തരണമെന്ന് ചോദിച്ചാണ്. രാത്രി 10-12 മണി ആയിട്ടുണ്ടാവും. ഞാൻ വലിയ കാര്യത്തിൽ അന്ന് ധൈര്യത്തിൽ പറഞ്ഞു, ഞാൻ പൊക്കോളാം, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പതുക്കെ അങ്ങനെ നടപ്പാട്ടൊക്കെ പാടി നടന്നു. ഫോണിലാണ് ഫ്ലാഷ് ലൈറ്റ് ഒന്നുമില്ല, സാധാരണ ഒരു ജാവ ഫോണാണ് അന്ന്. അങ്ങനെ നടന്ന് ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയാണ് വീട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഞാനിങ്ങനെ നടന്നപ്പോൾ അപ്പോൾ എന്തോ ഒരു ശബ്ദം, ഒരു ചെലമ്പിൻ്റെ ഒക്കെ പോലെ തോന്നി. അതിങ്ങനെ ആദ്യം കേട്ടു. ഞാനപ്പോൾ മൈൻഡ് ചെയ്യാണ്ട് നടന്നു കുറച്ച്. അപ്പോൾ വീണ്ടും ഇതിങ്ങനെ കേൾക്കാൻ തുടങ്ങി. ഞാനൊന്നും നോക്കിയില്ല, ഒറ്റ ഓട്ടം ഓടി വീട്ടിലേക്ക്. അങ്ങനെ വേഗം നേരെ ഓടി വീട്ടിലെത്തി. അങ്ങനെ പിറ്റേ ദിവസം വീട്ടുകാരോട് പറഞ്ഞു ഈ സംഭവത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ അവരാണ് പറഞ്ഞത്, ഈ അമ്പലങ്ങളിൽ രാത്രി തേർവാഴ്ച എന്ന് പറയുന്ന ഒരു സംഭവം നടക്കും. ആ ദേവി അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഒന്നെങ്കിൽ അത് തേർവാഴ്ച ആയിരിക്കാം, അല്ല പിന്നെ അത് എനിക്ക് തോന്നിയതാവാം. എന്തായാലും ഇങ്ങനെ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ നമ്മുടെയൊക്കെ ലൈഫിലുണ്ടായ ഓരോ എക്സ്പീരിയൻസസ് ആണ് ഇവിടെ നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ തോന്നലുകളാകാം. അതെ, കാരണം ഇപ്പോൾ എല്ലാം നമ്മുടെ മനസ്സിൻ്റെ കളിയാണല്ലോ. ഇപ്പോൾ നമ്മൾ ഈ ചെറുപ്പം തൊട്ടേ ഓരോ സിനിമകളൊക്കെ കണ്ട് നമുക്കറിയാം. ഇപ്പോൾ ഈ ആകാശഗംഗ പോലുള്ള സിനിമ ഒക്കെ കണ്ട് നമ്മുടെ ഉള്ളിൽ അത്തരത്തിലുള്ളൊരു ഭയം അവിടെ കയറി. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, രാത്രി ഒരു ഇരുട്ടുള്ളൊരു സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് പുറത്തു പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് അതെ ശബ്ദം ഇരുട്ടും കൂടി ആകുമ്പോൾ ശരിയായി. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ശവപ്പറമ്പിൻ്റെ കൂടെ പോകുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിലൊരു തോന്നലുകൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ശരിയാകണം എന്നില്ല, എന്നാൽ അതിലെന്തൊക്കെയോ ഒരു ഇതുണ്ട്. അപ്പോൾ എന്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, ഇനിയിപ്പോൾ ഈ പ്രേതം പോലുള്ള കൺസെപ്റ്റുകൾ ഉണ്ട് ഇല്ല എന്നുള്ള വാദങ്ങൾ വന്നാലും നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞൊരു സാധനം അതുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ തോന്നലുകൾ എന്നുള്ള രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ അത് ശരിക്കും അത് സംതിങ് ഉള്ളതുമായിരിക്കാം.